സ്കൂൾ കോളേജ് നാടകങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിഷ്ടമായിരുന്നു എപ്പോഴും സിനിമ കാണാനും അല്ലെങ്കിൽ കലാകാരന്മാരുടെ അടുത്ത് നിൽക്കാനും. അങ്ങനെ ഇഷ്ടങ്ങൾ എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സിനിമയിലേക്ക് വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ചിലപ്പോൾ ഒരു കോളേജ് ടൈമിലൊക്കെ ആയിരിക്കും. സ്കൂളിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരത്തുള്ളൊരു കാര്യമായിരിക്കും സിനിമ. പക്ഷേ കോളേജിലൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ഓരോ ഫങ്ഷൻസിനൊക്കെ ആർട്ടിസ്റ്റുകൾ വരിക, നമ്മളവരെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് സിനിമ അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് കിട്ടും. അങ്ങനെ ഗ്രാജുവലിയാണ് നമുക്ക് സിനിമയിലേക്കുള്ള ശ്രമങ്ങൾ വളരെ സീരിയസ് ആയി ഞാൻ ശ്രമിച്ചത്. സിനിമ മാഗസിൻസിലാണ് ആദ്യം അറിയുന്നത് നീലത്താമര റീമേക്ക് ചെയ്യുന്ന കാര്യം, അതിലേക്ക് പുതിയ ആൾക്കാരെ വേണം എന്നുള്ള ആഡ് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും അതിനുശേഷം ലാൽ സാറിനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നതും. പിന്നെ എനിക്ക് തോന്നുന്നു 2-2.5 മാസം നീളുന്ന ഒരു പ്രോസസ്സായിരുന്നു. നമ്മൾ മുണ്ടുടുപ്പിച്ച് നോക്കി, ക്യാമറ ടെസ്റ്റ് ചെയ്തു, അങ്ങനെ പിന്നെ MD സാറിനെ നമ്മൾ മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു 2-2.5-3 മാസം നീളുന്ന ഓരോ പ്രോസസ്സുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ സിനിമയുടെ പൂജയുടെ തലേദിവസമാണ് ഞാൻ അറിയുന്നത് എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നുള്ളത്. അന്നൊരു രാത്രി എന്നൊക്കെ പറയുന്നത് ഒരു 2-3 രാത്രിയാണ്. കാരണം ഒരു സൂര്യോദയത്തോട് കൂടിയിട്ട് ജീവിതം മാറുകയാണ്. ഞാൻ രാവിലെ പൂജയുടെ അന്ന് ഹോട്ടലിലെത്തി. ലാൽ ജോ സാർ ആദ്യം സാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നു, സംസാരിച്ചു. അതിനുശേഷം എനിക്ക് കുഞ്ഞുമാളു അർച്ചന എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അർച്ചനന് ശേഷമാണ് വന്നത്. അതിനുശേഷം നമ്മുടെ ഈ സിനിമയുടെ പഴയ കഥാപാത്രങ്ങളായിരുന്ന അംബിക ചേച്ചി, അതുപോലെ രവികുമാർ, സത്താർക്ക അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് സദസ്സിൻ്റെ മുൻപിൽ വെച്ച് അനുഗ്രഹം മേടിച്ചു, ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിച്ചു. കാരണം അവരുടെ അവകാശമാണ് ആ കഥാപാത്രങ്ങൾ. എൻ്റെ ഹരിദാസൻ എന്ന കഥാപാത്രം രവികുമാർ സാർ ചെയ്ത ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ആ കഥയും ആ കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് MD സാറിനെ മീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പം എനിക്ക് സാറിനെ കുറിച്ച് കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. സാറ് ഇത്രയും വലിയൊരു എഴുത്തുകാരനാണെന്നുള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആദ്യം കോഴിക്കോട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ലാൽ സാറിൻ്റെ റൂമിലാണ് പോകുന്നത്, ലാൽ ജോസിൻ്റെ. അദ്ദേഹം MD സാറിൻ്റെ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്ന സാറൊരു 3-4 സീനൊക്കെ ഇപ്പോൾ അഭിനയിപ്പിച്ച് നോക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇരിക്കാൻ പറഞ്ഞു. എന്നോടൊരു 10-20 മിനിറ്റ് സംസാരിച്ചത് വേറൊന്നുമല്ല, യാത്രകളെക്കുറിച്ചും എങ്ങനെയാണ് വന്നത്, എന്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ യൂഷ്വലായിട്ടുള്ള ഒരു സംസാരമായിരുന്നു. ആ സംസാരിക്കുന്ന മുമ്പ് എനിക്ക് തന്നെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അത് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നെങ്കിലും ഏറ്റവും അവസാനം സാർ ഇറങ്ങുമ്പോൾ ശരി അപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുൻപിലേക്ക് കൈ നീട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ ഈ കയ്യിൽ തൊടണോ, കയ്യിൽ പിടിച്ചില്ലെങ്കിൽ അഹങ്കാരമാവുമോ, പിടിച്ചാൽ അത് സാറ് തെറ്റിദ്ധരിക്കുമോ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇതൊക്കെ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഒരു ലെജൻഡ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ കയ്യിൽ നമുക്കൊരു ശക്തിയുണ്ട്, അതിന് ഒരു എനർജി ആ കയ്യിലുണ്ട്. അതെനിക്ക് ശരിക്കും ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം. ഒരുപക്ഷെ അദ്ദേഹത്തിനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്. പക്ഷെ അതിലുപരി അദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കുന്ന, അദ്ദേഹം ഞാനും മാത്രമുള്ള ഒരു മുറിയിൽ ഒരു 15-20 മിനിറ്റ് ഒരു പരിചയമില്ലാത്ത എന്നെ ശ്രദ്ധിക്കുന്ന, അത് തീർച്ചയായും ജീവിതത്തിലെ ഒരു വലിയ നിർണായകമായ നിമിഷമാണ്.